സൽസ്വഭാവം ഉള്ളവരാകുക. ജുമാ കുത്തുബ, മൂന്നാറ്റുമുക്ക് സലഫി മസ്ജിദ്, ഷെയ്ഖ് അൽ അമീൻ തിരുമല. അധികമായി കൊണ്ട് ആളുകൾ പ്രവേശിക്കുന്നതിന് കാരണം എന്താണ്? ഏറ്റവും അധികം ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കാരണം എന്താണ് എന്ന് ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് തഖ്വ. ഒന്നാമത്തേത് തഖ്വയാണ്. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുമ്പോൾ അതിന് മുൻപ് നമ്മൾ പറയുന്നത് തഖ്വയാണ്. ജനങ്ങളോട് നമ്മൾ നല്ല രൂപത്തിൽ വർത്തിക്കണം. പക്ഷേ അള്ളാഹിനോട് മോശമായ രീതിയിലാണെങ്കിൽ അവിടെ പോയി ആളുകളുടെ ഇടയിൽ പരസ്യമായി കൊണ്ട് നോക്കുമ്പോൾ അവൻ നല്ലവനാണ്, നല്ല മുഅ്മിനാണ്, നല്ല വിശ്വാസിയാണ്, കറകളഞ്ഞ മുവഹ്ഹിദാണ് അവന്റെ വായിൽ നിന്ന് മോശമായ ഒന്നും വരില്ല. പക്ഷേ രഹസ്യ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കാത്ത ഒരു സ്വഭാവമാണ് അവൻ്റെത് എങ്കിൽ അവൻ അവിടെ തോറ്റുപോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കൊണ്ട് പറഞ്ഞത് തഖ്വ, ജീവിതത്തിലെ സൂക്ഷ്മത വേണം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം അവന്റെ ജീവിതത്തിൽ വേണമെന്നുള്ളതാണ്. നല്ല ഒരു സ്വഭാവം. നമുക്ക് നിങ്ങൾ ഈ രണ്ട് കാര്യത്തിലെല്ലാം ഉൾപ്പെടും. ഒന്ന് തഖ്വയാണ്, അതിലെല്ലാം പെടും. ആ തഖ്വയിൽ തന്നെയാണ് ഹുസ്നുൽ ഖുലുഖ് വേണ്ടത്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാളോട് നല്ല രൂപത്തിൽ നമ്മൾ വർത്തമാനം പറയേണ്ടത്. വഹിബ്ബുക ഫില്ലാ, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഉമ്മാനെ വാപ്പാനെ ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അത് റബ്ബിന് വേണ്ടിയായിരിക്കണം. അപ്പോഴാണ് അവർ അള്ളാഹ്ക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ അനുസരിക്കാതെ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കുവാൻ നമുക്ക് സാധിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അവരോട് നമ്മൾ സ്നേഹം പുലർത്തേണ്ടത്. ഉമ്മയോടാണെങ്കിലും വാപ്പയോടാണെങ്കിലും ആരോടാണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. അള്ളാഹ് കഴിഞ്ഞ് റസൂല് കഴിഞ്ഞ് പിന്നെ ഓരോ ആളുകളും ആ ഒരു രൂപത്തിലുള്ള ഒരു തർത്തീബ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാ ആളുകളോടും നല്ല രൂപത്തിൽ വർത്തമാനം പറയുവാനും നല്ല രൂപത്തിൽ വർത്തിക്കുവാനും ഒക്കെ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. സൽസ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക്, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. 40 വയസ്സ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് പറയുന്നതിന് തൊട്ട് മുൻപ് വരെയും റസൂലുള്ളാഹിയെ എല്ലാവരും നല്ല രൂപത്തിലാണ് നോക്കിക്കണ്ടത്. അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത്. വിശ്വസ്തനാണ്. ഏതൊരു കാര്യവും പറഞ്ഞു ഏൽപ്പിച്ചാൽ അത് വിശ്വസ്തയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന, അതിലൊരു വീഴ്ചയും വരുത്താത്തവനാണ് അൽ അമീൻ എന്ന് മുഹമ്മദ് എന്ന് മുശ്രിക്കീങ്ങൾ പോലും വിളിച്ചിരുന്നുവെങ്കിൽ ആ ഒരു സ്വഭാവ ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രവാചകൻ പറയുകയാണ്, ഇന്നമാ ബുഇസ്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിതനായത്, എന്നെ റസൂലായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിച്ചത് സ്വഭാവങ്ങളെയൊക്കെ നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ജാഹിലിയ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിന്റെ നല്ല വശങ്ങൾ എന്താണെന്ന് അറിയാതിരുന്ന ആളുകൾ, പെണ്ണിനും പണത്തിനും വേണ്ടി തമ്മിൽ കൊല്ലാൻ മടിക്കാത്ത ആളുകൾ, അങ്ങനെ അവർ ജാഹിലിയത്തിന്റെ അങ്ങേയറ്റം പടുകുഴിയിൽ ചെന്ന് വീണ ഒരു സമയത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി കൊണ്ട് കടന്നു വരുന്നത്, തൗഹീദുമായി കൊണ്ട് കടന്നു വരുന്നത് അവരുടെ സ്വഭാവത്തെ നല്ലതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പ്രവാചകൻ തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി, ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹുസ്നുൽ ഖുലുഖ് കൊണ്ട്, അവന്റെ സൽസ്വഭാവം കൊണ്ട് അവൻ നേടിയെടുക്കുമെന്നാണ് ദറജത്ത് സ്വാഇമിൽ ഖായിം, രാത്രി നിന്ന് നമസ്കരിക്കുന്നവന്റെ, പകൽ ഒരുപാട് നോമ്പെടുക്കുന്നവന്റെ ആ ഒരു പ്രതിഫലം, ആ ഒരു ദറജ ഒരു സത്യവിശ്വാസി അവന്റെ സ്വഭാവത്തെ നല്ലതാക്കിയാൽ അതിലൂടെ അവൻ അത് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വബിബൈത്തിൻ ഫീ അഹ്ലിൽ ജന്നത്തി ലിമൻ ഹസന ഖുലുഖുഹു, അപ്പോൾ നിങ്ങൾ പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും അവന്റെ സ്വഭാവത്തെ നല്ലതാക്കിയാൽ അവന് സ്വർഗത്തിന്റെ ഉയർന്ന സ്ഥാനത്ത്, അഹ്ലുൽ ജന്ന, സ്വർഗത്തിന്റെ മുകൾ ഭാഗത്ത് അവനൊരു വീട് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് ആദരവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ നല്ലതാക്കണം. ഇത് നമ്മൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ചില കാര്യങ്ങളാണ്. സ്വഭാവം നല്ലതാക്കുക, സൽസ്വഭാവം നല്ലതാക്കുക. ഇത് എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ സംസാരത്തിൽ വേണം, നമ്മുടെ ചിന്തകളിൽ വേണം, നമ്മുടെ സഹവർത്തനങ്ങളിൽ ഇതെല്ലാം കടന്നു വരണം. ഒരിക്കൽ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ യജമാനൻ അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം തഫ്സീറിൽ കൊടുത്ത ഒരു ചരിത്രം കാണാം. ലുഖ്മാൻ അലൈഹിസ്സലാം പറയുകയാണ്, ഒരു ആടിനെ അറുത്ത് അതിലെ ഏറ്റവും നല്ല അവയവങ്ങളെ കൊണ്ടുവരണം. എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ചരിത്രമായിരിക്കും. ഏറ്റവും നല്ല 2 അവയവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറയുമ്പോൾ ആ ആടിന്റെ നാവിനെയും ഹൃദയത്തെയുമാണ് ലുഖ്മാൻ അലൈഹിസ്സലാം കൊണ്ടുവരുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചു, ശരി, ഇനി പോയി ഒരു ആടിനെ അറുത്ത് ഏറ്റവും മോശമായ 2 അവയവങ്ങളെ നീ കൊണ്ടുവരണം. ആദ്യം പറഞ്ഞു ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞപ്പോ നാവിനെയും ഹൃദയത്തെയും കൊണ്ടുവന്നു. രണ്ടാമത് പറഞ്ഞു ഏറ്റവും മോശമായ 2 അവയവങ്ങളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ ലുഖ്മാൻ അലൈഹിസ്സലാം തിരിച്ചു നടക്കുകയും ഒരു ആടിനെ അറുക്കുകയും വീണ്ടും ആ ആടിന്റെ നാവിനെയും ഹൃദയത്തെയും കൊണ്ടുവന്നപ്പോ യജമാനന് അത്ഭുതമായി. ഒരു കൺഫ്യൂഷൻ അടിച്ചപ്പോ അയാൾ ചോദിക്കുകയാണ്, എന്താണിത്? ഏറ്റവും നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും ഏറ്റവും മോശമായത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും നിങ്ങൾ കൊണ്ടുവന്നത് ഒരേ കാര്യങ്ങളാണല്ലോ, എന്താണിത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരു ജീവിയുടെ അഥവാ ഒരാടിന്റെ നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് കൊണ്ടുവരണം. ഒരു ആളുടെ ജീവിതത്തിൽ, അവന്റെ ശരീരത്തിൽ അവന്റെ നാവും ഹൃദയവും നന്നായാൽ അതുപോലെ നന്നാകുന്ന മറ്റൊരു അവയവങ്ങളും ഇല്ല.
അവന്റെ ജീവിതത്തിൽ നമ്മളെ സംസാരത്തിൽ നമ്മുടെ ചിന്തകളൊക്കെ നല്ലതായാൽ, നമ്മുടെ നാവ് നന്നായാൽ, നമ്മുടെ ഹൃദയം നന്നായാൽ അതുപോലെ നന്നാകുന്ന മറ്റൊന്നുമില്ല. ഇനി ഇത് രണ്ടും മോശമായാലോ, ഇത് രണ്ടും കെട്ടുപോയാലോ അതുപോലെ കേടുവരുന്ന വഴികെട്ടു പോകുന്ന മറ്റൊരു അവയവങ്ങളും ഒരു ശരീരത്തിലില്ല എന്നുള്ളത് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അപ്പോ സൽസ്വഭാവം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നാവിലൂടെയുമാണ് കടന്നു വരേണ്ടത്. ചില ആളുകൾ അവരുടെ ഹൃദയത്തിൽ എത്ര മോശമാണ് എങ്കിലും ചിലപ്പോൾ അവരതൊക്കെ ഒളിപ്പിച്ചു വെക്കും. പക്ഷെ എത്ര ശ്രമിച്ചാലും തനി സ്വഭാവം ചില സമയത്ത് പുറത്തേക്ക് വരും. എത്രയൊക്കെ നമ്മൾ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചാലും നാവിലൂടെ അതിങ്ങനെ പുറത്തേക്ക് വരും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ നല്ലതാക്കണം. അങ്ങനെ നല്ലതാക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്നാകും, അങ്ങനെ നമ്മുടെ നാവ് നന്നാകും. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഈമാനിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു കണക്ട് ചെയ്തിട്ടുള്ള ഒരു രൂപത്തിലാണ് പ്രവാചകൻ മറ്റൊരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള സ്വഭാവത്തെ നമ്മൾ നല്ലതാക്കിക്കൊണ്ട് നമ്മൾ മാറ്റണം. നാവിലൂടെ വരുന്ന വൃത്തികെട്ട മോശമായ സംസാരങ്ങൾ ഒഴിവാക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് കളവ് പറയുക എന്നുള്ളത്. കളവ് പറയുക എന്നുള്ളത് ചില ആളുകൾക്ക് ഇന്നതൊരു സ്വഭാവമായിട്ട് ഇങ്ങനെ മാറി, ഒരു ഗൗരവമില്ലാതെ തമാശയ്ക്കും അല്ലാതെയും ഒക്കെ കളവ് പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില ആളുകൾ ഗൗരവത്തിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് കളവ് പറയുന്ന ആളുകൾ ചില ഫിത്നകൾ ഉണ്ടാക്കാൻ വേണ്ടി, കുടുംബക്കാരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയും കളവ് പറഞ്ഞുകൊണ്ട്, ആരോപണങ്ങളും അപവാദങ്ങളും പറഞ്ഞുകൊണ്ട് കേട്ടതെല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ കേൾക്കുന്നതെല്ലാം പറയാൻ തുടങ്ങിയാൽ അവൻ അത് കളവായി കൊണ്ട് മതിയാകുമെന്ന് പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. കേട്ടതെല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കുക. നീ അറിഞ്ഞില്ലേ, നീ കേട്ടില്ലേ, നീ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ നടക്കുക. ചിലപ്പോ അയാൾ മനസ്സിലാക്കിയത്, അയാൾ കേട്ടത്, അയാൾ ധരിച്ചു വെച്ചിട്ടുള്ളത് തെറ്റായ രീതിയിലാണ് എങ്കിൽ കളവ് പറയുന്നവന്റെ കൂട്ടത്തിൽ ഇവൻ ഉൾപ്പെടുമെന്നുള്ള കാര്യം അവൻ മറന്നു പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തമാശയ്ക്ക് പോലും കളവ് പറയാത്തവന്റെ സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തമാശയ്ക്ക് പോലും, ഒരു നിസ്സാരമായി കൊണ്ടുള്ള കളവ് പോലും പറയാത്ത മനുഷ്യനാണോ നമുക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ നാവിലൂടെ കടന്നു വരുന്ന മറ്റുള്ള കാര്യങ്ങളാണ് പരദൂഷണം പറയുക. ഒരാളൊരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ അതിങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കുക. അതിലൊരു തരത്തിലുള്ള മസ്ലഹത്തും ഒരു ഖൈറും ഉദ്ദേശിക്കാതെ അവരെ എങ്ങനെയെങ്കിലും നികഴ്ത്തണമെന്നുള്ള ഒരു കൃത്യമായ ഉദ്ദേശത്തോടു കൂടി അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകൾ. അത് നമ്മൾ പറയാൻ വേണ്ടി പാടില്ല. പരദൂഷണം പറയൽ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അതിന് ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നാവിലൂടെയുള്ള നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സംസാരം എപ്പോഴും നമ്മൾ നല്ലതാക്കണം. പിന്നെ ചില ആളുകളുടെ കളവൊന്നും പറയില്ല, ചിലതിങ്ങനെ ഒരു എരികേറ്റലാണ്. ചില ആളുകൾ ആരെങ്കിലും ഒക്കെ തമ്മിൽ തല്ലുന്നത് കണ്ടാൽ ഇടയിൽ കയ്യിൽ അഭിപ്രായം പറയും. അവരുമായി കൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത വിഷയമാണെങ്കിലും അവിടേക്ക് ഒരു അഭിപ്രായം പറയുക ഒരു നല്ല മുസ്ലിമിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അവരുമായിട്ട് ബന്ധമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കുക എന്നത്. തർക്കുഹു മാ ലാ യഅ്നി, അവരുമായിട്ട് ബന്ധമില്ല എങ്കിൽ അവിടെ മിണ്ടാതിരിക്കുക. എന്നാലും ചില ആളുകൾ ഉണ്ടാവും ഇടയിൽ കയറി അഭിപ്രായം പറഞ്ഞ് വലിയ ഫിത്നകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ. ഈ പറയുന്നത് ദീനെന്തെന്നറിയാത്ത, തൗഹീദ് എന്നറിയാത്ത ആളുകളെ കുറിച്ചല്ല. ഇതൊക്കെ അറിഞ്ഞ വിശ്വാസികൾക്കിടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ചെറിയ ഒരു വാക്കുകൊണ്ട്, ചെറിയ ഒരു സംസാരം കൊണ്ട്, ചെറിയൊരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ തമ്മിൽ പിരിഞ്ഞു നടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, ചിന്തിച്ചു വേണം നമ്മൾ ഓരോരുത്തരും സംസാരിക്കാൻ. നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു ഫിത്നയും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഒരു തിന്മയും എനിക്കോ ആർക്കോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായ തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കാൻ വേണ്ടി തുടങ്ങിയാൽ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വഭാവത്തെ നല്ലതാക്കിക്കൊണ്ട്, റബ്ബേ ആ പറഞ്ഞ ഹദീസുകൾ ഉള്ളതുപോലെ എനിക്കും സ്വർഗം കിട്ടണമേ, എനിക്ക് അവിടെ ഒരു വീട് കിട്ടണമേ, എന്റെ സ്വഭാവത്തിൽ വന്നു പോയിട്ട് തെറ്റുകുറ്റങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരണമേ എന്നുള്ള പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നല്ലതാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ, എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ എടുത്ത് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും. വലിയ 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 കലാപങ്ങളൊക്കെയും ഈ ലോകത്തുണ്ടായിട്ടുള്ളത് സംസാരങ്ങളിലൂടെയാണ്, ചില അഭിപ്രായങ്ങളിലൂടെയാണ്, ചില യോഗങ്ങളിലൂടെയാണ്. നമുക്കറിയാം അവിടെയൊക്കെയും ചില ആളുകളുടെ നാവാണ് ഏറ്റവും വലിയ ഫിത്നയായിക്കൊണ്ട്, ഫത്താനുകളായിക്കൊണ്ട് ഒരിക്കലും നമ്മൾ ആരും മാറാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ നമ്മൾ നല്ലതാക്കുക, നമ്മുടെ സംസാരത്തെ നമ്മൾ നല്ലതാക്കുക, കളവ് പറയാതിരിക്കുക. ഇനി ഇതൊക്കെയും കഴിഞ്ഞു പോകുമ്പോൾ ചില ആളുകൾ അവർക്ക് നാവിലൂടെ വരുന്ന ചില വൃത്തികെട്ട സംസാരങ്ങളുണ്ട്. നല്ലതല്ലാത്ത പിന്നെ ഒരുപാട് വാക്കുകളും അതുപോലുള്ള പ്രയോഗങ്ങളും ഒക്കെ കുടുംബത്തിലും വീട്ടിലും കൂട്ടുകാർക്കിടയിലും ഒക്കെ ഉപയോഗിക്കുന്ന ചില ആളുകൾ, അതും നമ്മുടെ ജീവിതത്തിൽ എടുത്ത് മാറ്റേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ ഉയർന്നു പോകുമ്പോൾ മോശമായ രൂപത്തിൽ സംസാരിക്കുക, അതൊന്നും ഒരിക്കലും പാടില്ല. അതൊന്നും ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാടുള്ള വിഷയമേ അല്ല. ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിൽ ഭാര്യമാരുമായി കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഭാര്യമാരുടെ ശബ്ദം ഇങ്ങനെ ഉയർന്നു. ഭാര്യമാരിങ്ങനെ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നടന്നു വരുന്നത്. അദ്ദേഹം നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഉമറിനെ കണ്ടവരെല്ലാവരും വിരിക്കപ്പുറത്ത് പോയി, മറയുടെ അപ്പുറത്ത് പോയി. ഉമർ വീട്ടിലേക്ക് വന്നു, സലാം പറഞ്ഞു, കയറിയിരുന്നു. എന്താണ് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, കാര്യങ്ങളൊക്കെ ഇപ്പൊ തകിടം മറിയുകയാണ്,
കാര്യങ്ങളൊന്നും പഴയതുപോലെയല്ല. ഇപ്പോ ഭാര്യമാരൊക്കെ പിന്നെ ഉച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി എന്ന് പറയുമ്പോൾ നീ വരുന്നത് കണ്ടിട്ട് പേടിച്ചിട്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നമ്മൾ സാധാരണ പറയാറ് ഇത്ര നേരം ഇവിടെ ചന്തയായിരുന്നു ഇപ്പോഴാണ് ഒതുങ്ങിയത് നമ്മൾ സാധാരണ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പേടിക്കാതെ ഈ ഉമറിനാണോ നിങ്ങൾ പേടിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനെ പേടിക്കാതെ ഈ ഉമറിനെ നിങ്ങൾ പേടിക്കുകയോ? അപ്പോ ഭാര്യമാരിൽ ഒരാൾ പറഞ്ഞു വന്നാണ്, ഉമറെ റസൂലുൻ സഹൽ, പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള ഒരു നിസ്സാര മനുഷ്യനാണ്. അപ്പൊ ഒരു പ്രവാചകന്റെ ഒരു സവിശേഷതയാണ് പിന്നെ പതുക്കെ സംസാരിക്കുക എന്നുള്ളത്, മാന്യമായി കൊണ്ട് ശബ്ദം താഴ്ത്തി നല്ല ഒരു സ്വഭാവത്തിലൂടെ സംസാരിക്കുക എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അവരെന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഉമർ അങ്ങനെയല്ല, ഉമർ ധീരനാണല്ലോ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധീരതയുണ്ട് എങ്കിലും സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ ഉമറിനേക്കാൾ ഒരു സൗമ്യത പാലിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതേപോലെ ഉമറിന്റെ വീട്ടിൽ സംസാരം ഉണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വീട്ടിൽ ഇങ്ങനെ സംസാരം ഉണ്ടാകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭാര്യയോട് പരാതി പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കും, നീ ഇങ്ങനെ ഉയരത്തിൽ സംസാരിക്കുന്നത്, നിന്റെ ശബ്ദങ്ങൾ ഉയരുന്നത് ഞാൻ പ്രവാചകനോട് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആലയുടെ ഭാര്യ തിരിച്ചു പറഞ്ഞ മറുപടി, അവിടെ പോയി പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മകൾ അങ്ങനെ തന്നെയാണ്. ആരാ ഉമറിന്റെ മകൾ? ഹഫ്സ റളിയല്ലാഹു തആല. അത് ആരാ? പ്രവാചകന്റെ ഭാര്യ. നമ്മുടെ മോളും മരുമോനോട് അങ്ങനെ തന്നെയാണ് വർത്താനം പറയുന്നത്, അവിടെ പോയി പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് ഒരു പറയുക. അപ്പോ പ്രവാചകന്റെ ആ ഒരു എളിമ, ആ ഒരു വിനയം, അതൊക്കെയും ഇത്തരത്തിലുള്ള ഹദീസുകളിലൂടെ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക, നമ്മുടെ ഭാര്യമാരോടുള്ള സംസാരത്തിൽ, നമ്മുടെ മക്കളോടുള്ള സംസാരത്തിൽ. പുറമെ ജോലിക്ക് പോകുന്നവരും കച്ചവടം ചെയ്യുന്നവരും ഒക്കെയാണ് നമ്മൾ. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ വരുമ്പോൾ മനുഷ്യന്റെ മനസ്സ് വല്ലാതെ കുടിശ്ശിതയിലേക്ക് ആഴ്ന്നു പോകും. അതിന്റെ എല്ലാം ഒരു പരിഹാരം എന്നോണം ഭാര്യയോടും മക്കളോടും ആ ദേശം മുഴുവനും തീർക്കലല്ല നമ്മുടെ സ്വഭാവം, മറിച്ച് അവർക്ക് അർഹിക്കപ്പെട്ട രൂപത്തിലുള്ള സ്നേഹവും ലാളനയും ഒക്കെ നമ്മൾ നൽകേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ജീവിച്ചിരുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് സംഭവങ്ങളിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഭർത്താക്കന്മാരോട് ശ്രദ്ധപ്പെടുത്തി സംസാരിക്കണം എന്നതിന് തെളിവ് വിളിച്ചുകൊണ്ട് നാളെ മുതൽ വീട്ടിലെല്ലാവരും സംസാരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അത് ഒരു മോശമായ രീതിയിൽ കണ്ടുകൊണ്ട് അങ്ങനെ തന്റെ ഭർത്താവിന്റെ മുന്നിൽ പിന്നെ ശബ്ദം ഉയർത്തിക്കൊണ്ട് സംസാരിക്കാതിരിക്കുക. അവരൊക്കെ ആ രൂപത്തിലാണ് നോക്കിക്കണ്ടത് എന്ന് സ്ത്രീകളും ആ വിഷയത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ നന്നാക്കിക്കൊണ്ട് ഹൃദയത്തെ നന്നാക്കിക്കൊണ്ട് നമ്മുടെ സ്വഭാവത്തെ നല്ലതാക്കി സ്വർഗത്തിലേക്ക് പോകാൻ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അലീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം വസല്ലി വസല്ലിം അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കണമോ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ഓരോ കർമ്മങ്ങളും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. നമ്മുടെ സ്വഭാവത്തെ നമ്മൾ നല്ലതാക്കുക, നമ്മുടെ സംസാരം നല്ലതാക്കുക, കളവ് പറയാതിരിക്കുക, മോശമായ രൂപത്തിൽ സംസാരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന, എന്നാൽ പലപ്പോഴും വീഴ്ച വരുന്ന ഒരു വിഷയം, നമ്മുടെ കോപത്തെ നമ്മൾ പിടിച്ചു വെക്കുക എന്നുള്ളത്. ഒരിക്കൽ മൈമൂൻ ഇബ്നു മിഹ്റാൻ എന്ന് പറയുന്ന പണ്ഡിതന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നപ്പോൾ വേലക്കാരിയായ സ്ത്രീ അവർക്ക് ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ചൂടുള്ള ഒരു ഭക്ഷണ വിഭവം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കളയുകയാണ്. തട്ടി വീണപ്പോൾ അദ്ദേഹം അടിക്കാൻ വേണ്ടി കയ്യോങ്ങി എന്നുള്ളതാണ്. അദ്ദേഹം അടിക്കാൻ വേണ്ടി കയ്യോങ്ങിയപ്പോൾ ഈ അടിമ സ്ത്രീ പറഞ്ഞ ചില വാക്കുകൾ, കോപം വന്ന് അവളെ തല്ലാൻ വേണ്ടി കയ്യോങ്ങിയപ്പോൾ അവൾ പറഞ്ഞ ചില വാക്കുകൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആലി ഇംറാനിലൂടെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് വരണം. എല്ലാവരും പോയിട്ട് അവസാനം എനിക്ക് സ്വർഗം മതി എന്നല്ല, മത്സരിച്ച് വരണം എന്നാ പറഞ്ഞു. എങ്ങനത്തെ സ്വർഗം? അർദുഹാ അസ്സമാവാതു വൽ അർദ്, അതിന്റെ വിശാലത എന്നുള്ളത് ആകാശഭൂമിയേക്കാൾ വലുതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് ഒരുക്കി വെച്ചിട്ടുള്ളത്, അത് കിട്ടുക മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇനി ആ മുത്തഖീങ്ങൾ ആര് എന്ന് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന ബിസ്സറാഇ വദ്ദറാ, അവർ ഞെരുക്കത്തിലും എളുപ്പത്തിലും ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണ്. അതിനുശേഷമുള്ള ചില കാര്യങ്ങളാണ് അടിമ സ്ത്രീ ഇങ്ങനെ പറയുന്നത്. വൽ കാദിമീനൽ ഗൈദ്, അറബി ഭാഷയിൽ കെതുമ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് അർത്ഥം. പൂർണ്ണമായി കൊണ്ട് വിഴുങ്ങുക. നമ്മൾ മക്കൾക്ക് ചോറ് കൊടുക്കുമ്പോൾ ഒരു ഇറ്റ് താഴെ വീഴരുത് നമ്മൾ പറയും, അതുപോലെ മുഴുവൻ വിഴുങ്ങുക. അങ്ങനെ കോപത്തെ വിഴുങ്ങുന്നതാണ്. യാ മൗലാ ഇഅ്മൽ ബിഖൗലില്ലാഹ്, അല്ലയോ യജമാനനെ, അള്ളാഹുവിന്റെ വാക്കുകൊണ്ട് താങ്കൾ പ്രവർത്തിക്കണം, അത് താങ്കൾ ഉപയോഗപ്പെടുത്തണം എന്ന് തന്റെ യജമാനെ ഉപദേശിക്കുകയാണ് അടിമ സ്ത്രീ.
നമ്മളാണെങ്കിലോ അടിമയായ പെണ്ണെ നീ എന്നോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് 2 അടി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ, പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് ഫഅൽതു, ഞാനത് ചെയ്തിരിക്കുന്നു. എന്താ അവിടെ പറഞ്ഞത്? അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തഖീങ്ങൾ അവരുടെ പ്രത്യേകതയെ കൊണ്ട് അള്ളാഹ് പറഞ്ഞു, അവർ കോപം വരുമ്പോൾ അതിനെ വിഴുങ്ങിക്കളയുന്നവർ, അതിനെ പിടിച്ചു വെക്കുന്നവർ, കോപിക്കാതിരിക്കുക. അദ്ദേഹം കോപിക്കാതിരുന്നു. ശേഷം പറഞ്ഞു വൽആഫീന അനിൻ നാസ്, ചില ആൾക്കാരുണ്ടാവും കോപം പിടിച്ചു വെക്കും. കാരണം കോപിച്ചാൽ പിന്നെ വലിയ പ്രശ്നമാകും. ഇപ്പൊ ഭാര്യയ്ക്ക് ഭർത്താവിനോട് കോപിക്കുന്നതിനൊരു പരിധി ഉണ്ടാവും, മേലുദ്യോഗസ്ഥനോട് കീഴുദ്യോഗസ്ഥനെ കോപിക്കുന്നതിന് പരിധി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചില മനസ്സിൽ ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില ആളുകൾ. അങ്ങനെയില്ല, മനസ്സിൽ ക്ഷമിച്ചുകൊണ്ട് വേണം നമ്മൾ കോപത്തെ പിടിച്ചു വെക്കുക. വൽആഫീന അനിൻ നാസ്, കോപത്തെ പിടിച്ചു വെക്കുന്നു, അവർക്ക് മാപ്പ് നൽകുന്നു. അങ്ങനത്തെ ചില ആളുകൾ അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അതൊരു ഇഹ്സാനാണ്, അതൊരു സുഹൃതമാണ്, നന്മയാണ്. അങ്ങനത്തെ ആളുകളെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് അവിടുന്ന് പറയുകയാണ്. അങ്ങനെ അവളത് പറഞ്ഞപ്പോൾ ആ മൈമൂൻ ബിൻ മിഹ്റാൻ എന്ന് പറയുന്ന വ്യക്തി അവളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കോപം വന്ന് അടിക്കാൻ വേണ്ടി കയ്യോങ്ങിയ വ്യക്തിയാണ്. ആ കോപത്തെ പിടിച്ചു വെക്കുകയും അവൾക്ക് മാപ്പ് കൊടുക്കുകയും അവളെ മോചിതയാക്കി വിടുകയും ചെയ്യുന്നു. ഖുർആന്റെ ഒരു ചെറിയൊരു ആയത്ത്, ആരും പറഞ്ഞു എന്നതല്ല, പറഞ്ഞത് ഖുർആനാണോ അത് അള്ളാഹുവിന്റെ കലാമാണോ, അതിനെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിന്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തേണ്ട വിഷയമാണ് എങ്കിൽ നീ ആരാ എന്നോട് പറയാനെന്നല്ല, മറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് എങ്കിൽ അതിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ഒരു ദൂഷ്യതയാണ് നമ്മൾ കോപിക്കുക എന്നത്. കോപിക്കരുത് എന്നല്ല, കോപം വരും, അതിനെ പിടിച്ചു വെക്കണം എന്ന് ഹദീസിലൊക്കെ വന്നു. കോപത്തെ പിടിച്ചു വെക്കുക. കോപം എല്ലാവർക്കും വരും, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ദേഷ്യം വരും, ചൂടാവും. അപ്പൊ അതിനെങ്ങനെ പിടിച്ചു വെക്കണം. ചില ആളുകളുണ്ടാവും, വന്ന ദേഷ്യം മുഴുവൻ പുറത്തേക്ക് തുപ്പിയിട്ട് അവസാനം പിന്നീട് പറയും ക്ഷമിച്ചാൽ മതിയായിരുന്നു അല്ലേ, ഒന്ന് പിടിച്ചു വെച്ചാൽ മതിയായിരുന്നു, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയും. അങ്ങനെയല്ല, ക്ഷമ വേണ്ടതിന്റെ ആദ്യത്തെ ഘട്ടത്തിലാണ്. കോപമുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവനാണ് മല്ലയുദ്ധത്തിൽ ജയിക്കുന്നവനേക്കാൾ ശക്തിയുള്ളവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കോപത്തെ പിടിച്ചു വെക്കേണ്ടത് എങ്ങനെയാണ്? അത് പുറത്ത് കാണിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പിടിച്ചു വെക്കലല്ല, അതിനെ പ്രകടിപ്പിക്കാൻ കഴിവുണ്ടായിരിക്കെ അതിനെ പിടിച്ചു വെക്കണം. ഭാര്യയോട്, മക്കളോട്, താഴെയുള്ള ആളുകളോടൊക്കെ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ കോപം ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് എല്ലാ ആളുകളുടെ മുന്നിൽ അവനെ വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് അവനോട് പറയും, ഹൂർലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, നിനക്ക് ഇഷ്ടമുള്ളത്രയും തിരഞ്ഞെടുത്തോ എന്ന്. കോപം വന്ന് അത് പുറത്ത് കാണിക്കാൻ കഴിവുണ്ടായിരിക്കെ അതിനെ പിടിച്ചു വെച്ച മനുഷ്യന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോ ആ രൂപത്തിലുള്ള സ്വഭാവ സംസ്കരണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതിനെയൊക്കെയും പിടിച്ചു വെച്ചുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ക്ഷമിച്ചാൽ, നമ്മൾ വിട്ടുകൊടുത്താൽ അള്ളാഹു നമ്മുടെ കൂടെയാണ്. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കും. അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കും. നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ നമ്മുടെ നിലയും വിലയും സ്ഥാനവും ഒക്കെ താഴ്ന്നു പോകുമല്ലോ അല്ലെ. ചില ആളുകൾ പറയും, ഒന്ന് വിട്ടുകൊടുത്താൽ അവന്റെ മുത്തൊന്ന് കൊഴിഞ്ഞു പോയാലോ. ചില ആളുകൾ പറയാറുണ്ട്, നമ്മുടെ ഒന്നും കുറയുന്നില്ല, ഇല്ല റഫഅഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തും. അള്ളാഹിന്റെ അടുക്കൽ അവന് സ്ഥാനം ഉണ്ടാകും. ദുനിയാവിൽ നിന്ന് താഴ്ന്നു കൊടുത്താൽ, ദുനിയാവിൽ നിന്ന് വിട്ടുകൊടുത്താൽ അള്ളാഹിന്റെ അടുക്കൽ അവന് സ്ഥാനം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല ഒരു സ്വഭാവത്തിന്റെ ലക്ഷണമാണ് ദേഷ്യം വരുമ്പോൾ അതിനെ പിടിച്ചു വെക്കുക എന്നുള്ളത്. അതിനെ പിടിച്ചു വെക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അള്ളാഹിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയരേണ്ടതാണ്. ഒരാൾക്ക് ഒരു മാപ്പ് കൊടുത്തു, പിന്നെ നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. അയാൾ ചെയ്ത ഒരു കാര്യം അത് തിന്മയാണെന്ന് നമുക്കാണ് ബോധ്യമുള്ളത്. എന്നാൽ നമ്മൾ പറയും, എന്നാൽ അവൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ പറയും അത് തിന്മയാണ്, അത് അവൻ പറയാൻ പാടില്ലാത്തതായിരുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അവന് വേണ്ടി നീ ഇസ്തിഗ്ഫാറല്ലേ തേടേണ്ടത്. നമ്മളോടൊരു മനുഷ്യൻ ഒരു മോശമായ എന്തെങ്കിലും കാണിച്ചാൽ അത് മോശമായതാണ് എന്ന് അവന് ബോധമില്ല, പോട്ടെ, നിനക്കത് ബോധമുണ്ടല്ലോ, അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു അതുപോലെ കാണിക്കണം? അല്ല, മറിച്ച് അവനെ ക്ഷമിച്ച് കൊടുത്തുകൊണ്ട് അവന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അവൻ കാണിച്ചൊരു മോശമായ കാര്യമാണ്, അവന് നിന്റെ കൂടെ സ്വർഗത്തിലേക്ക് വരണം, നീ മാത്രം പോയാൽ പോരാ, അവനും എന്റെ കൂടെ സ്വർഗത്തിലേക്ക് വരണമല്ലോ, അള്ളാഹുവിനെ അവനത് പുറത്തു കൊടുക്കണം എന്നാണ് ഓരോരുത്തർ പ്രാർത്ഥിക്കേണ്ടത്. ബഹുദിൽ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ വിരുദ്ധമായി കൊണ്ട് പ്രവർത്തിച്ചപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പ്രവാചകരെ വിട്ടുകൊടുക്കുക, അവർക്ക് മാപ്പ് കൊടുക്കുക, അവരെ കൂടി ആലോചന ഇനിയും ഉൾപ്പെടുത്തുക. ഇവിടെ ചില ആളുകൾ ഇല്ലേ, ഒരുപാട് ആളുകളുണ്ട്, കുറെ ആളുകളുണ്ട്, അവരെന്താ പറയുന്നത്, അവൻ എന്നോട് അങ്ങനെ കാണിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇനി അവന്റെ അടുത്തേക്ക് പോകില്ല, അവനുള്ള കല്യാണത്തിന് ഞാൻ പോകില്ല, അവനുള്ള വാലുകാച്ചിന് ഞാൻ പോകില്ല, അവനുള്ള മരിപ്പാണ് ഞാൻ പോകില്ല. മരിച്ച വീട്ടിൽ മയ്യത്ത് കാണാൻ പോയതാണ്, മറ്റേ ആൾ നിൽക്കുക, ഞാൻ തിരിച്ചു പോകും. എന്തിനാ മയ്യത്ത് കാണാൻ വേണ്ടി പോയത്? എന്തിനാ ഒരു കല്യാണത്തിന് പോകുന്നത്? എന്തിനാ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുന്നത്? ആളുകളുടെ ഇടയിൽ വലിയ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനല്ല, അതിലൂടെയൊക്കെയും സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വഭാവത്തെ നല്ലതാക്കുമ്പോൾ ഇത്തരത്തിലുള്ള മേഖലകളിലൂടെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അതിനെ നന്നാക്കി എടുക്കേണ്ടത് എന്ന് ഓരോരുത്തരും നമ്മൾ ആലോചിക്കുക. ഒരാൾ മോശമായിക്കൊണ്ട് പെരുമാറുമ്പോൾ അയാളെ പരസ്യമായിക്കൊണ്ട് നന്നാക്കുന്നതും ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടൂല. നമ്മൾ ചില ആൾക്കാരോട് തിന്മ വിരോധിക്കൽ അങ്ങനെയാണ്.
നമ്മൾ ചില ആൾക്കാർ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ പോയിട്ട് എല്ലാവരും കേൾക്കണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അവൻ അതേ പിന്നെ ചെയ്യുള്ളൂ. അവൻ പിന്നീട് എപ്പോഴും അതേ ചെയ്യുള്ളൂ. അപ്പോൾ രഹസ്യമായിക്കൊണ്ട് വിളിച്ച് അവനോട് തെറ്റ് തിരുത്തി കൊടുക്കുക. അങ്ങനെ ഒരു കൃത്യമായിക്കൊണ്ടുള്ള വസീറത്തോടു കൂടിയുള്ള ഉൾക്കാഴ്ചയുള്ള നല്ല ബുദ്ധിയുള്ളവരായിക്കൊണ്ട് തിന്മകൾ മാറ്റിക്കൊണ്ട് നന്മകൾ പ്രചരിപ്പിക്കുന്നവരായി ഏറ്റവും നല്ല സ്വഭാവത്തിലുള്ളവരായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അതോടൊപ്പം അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ വൃത്തികെട്ട സ്വഭാവമാണ് തെറ്റായ ചിന്തകളും ഊഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത്. ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ അവൻ അങ്ങനെയാണ്, അവൻ അതിനു വേണ്ടി പോയതാണ്, അവൻ അങ്ങനെ പറഞ്ഞവനായിരിക്കും എന്ന് ഒരാളെ കുറിച്ച് തെറ്റായിക്കൊണ്ട് ഊഹം വെച്ചു പുലർത്തുക. വിശ്വാസികളെ, നിങ്ങൾ തെറ്റായിട്ടുള്ള ഊഹങ്ങളൊക്കെയും വെടിയണമേ. ഊഹങ്ങൾ നിങ്ങൾക്ക് പാടില്ല, അതിൽ ചിലതൊക്കെയും പാപമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു. തെറ്റായിക്കൊണ്ടുള്ള ഊഹങ്ങൾ വെച്ചു പുലർത്താൻ വേണ്ടി പാടുള്ള ഒരു മുസ്ലിമിനെ കുറിച്ച്, ഒരു വിശ്വാസിയെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളെ കുറിച്ച് നല്ലത് വിചാരിക്കുക. ഒരുപാട് കാരണങ്ങൾ വെച്ചതിന് ശേഷം അവൻ പിന്നെ ചെയ്ത തിന്മയാണ് എന്ന് വിചാരിക്കുക. താടിയിലൂടെ മദ്യം ഒഴുകിപ്പോയാലും അവൻ മദ്യപിച്ചു എന്ന് വിചാരിക്കരുത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒരു പക്ഷെ മദ്യപിക്കുന്ന ആളുകൾക്കിടയിലൂടെ പോയപ്പോൾ അവിടെ അടിയുണ്ടായി പെട്ടെന്ന് മദ്യക്കുപ്പി അവന്റെ തെറ്റ് ചെരിഞ്ഞതാവാം, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പോ അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ വെച്ചുകൊണ്ട് അവർ മദ്യപിച്ചില്ല എന്ന് വിചാരിക്കാനാണ് നമുക്ക് ബാധ്യതയുള്ളത് എന്ന് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ്. തെറ്റായിട്ടുള്ള ഊഹങ്ങൾ കാരണം ഒരുപാട് ആളുകൾ ഇന്നും അകന്ന് കഴിയുകയാണ്. തെറ്റായിട്ടുള്ള ഊഹങ്ങൾ അതെന്താണെന്ന് ചോദിച്ചിട്ട് പോലും അത് മനസ്സിലാക്കുന്നില്ല. ഒരാളെ കുറിച്ച് ഒരു കാര്യം കേൾക്കുന്നു, അതെങ്ങനെ മനസ്സിലാക്കി തെറ്റായിട്ടുള്ള ഊഹം വെച്ചുകൊണ്ട് വർഷങ്ങളോളം നടക്കുന്നു. കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, സലാം പറയുന്നുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്, നോട്ടിൽ കൈയിടുന്നുണ്ട്. പക്ഷേ അവന്റെ മനസ്സിൽ ഇപ്പോഴും ഇവനെ കുറിച്ചുള്ള ഈ ഒരു തെറ്റായ തെറ്റിദ്ധാരണ അവന്റെ മനസ്സിൽ ഇപ്പോഴും അത് കിടക്കുകയാണ്. അതും പാടുള്ള വിഷയമല്ല. നല്ലത് എല്ലാവരെ കുറിച്ചും വിചാരിക്കുക. അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ, നമ്മളത് കണ്ടിട്ടില്ല എങ്കിൽ അത് വിശ്വസിക്കാൻ പോകണ്ട. നമ്മളത് ഒരു സത്യം പറയുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണോ എന്ന് പറഞ്ഞത് എങ്കിൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാം. നമ്മളുമായിട്ട് ബന്ധമില്ലാത്തതാണെങ്കിൽ അത് അവിടെ കളഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യം നോക്കി പോവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ചേർന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സ്വഭാവത്തെ ഏറ്റവും നല്ല സ്വഭാവമാക്കിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവരവരുടെ ജീവിതത്തിൽ തഖ്വ പാലിക്കുന്നവരാണ്. അവരുടെ സ്വഭാവത്തെ അവർ നല്ലതാക്കിയവരാണ്. എല്ലാ മേഖലകളിലും, സംസാരത്തിലും ചിന്തയിലും ഒക്കെ, ഇടപെടലിലും ഒക്കെ, അഭിപ്രായം പറയുമ്പോഴൊക്കെ നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും നല്ല ഒരു വിശ്വാസിയായിക്കൊണ്ട്, കറകളഞ്ഞ ആദർശ വിശ്വാസിയായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുവാൻ എപ്പോഴും ആളുകളോട് നല്ല രൂപത്തിൽ വർത്തമാനം പറഞ്ഞ്, എപ്പോൾ പെട്ടെന്ന് മരിച്ചു പോയാലും ആളുകൾ നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് മോശമായിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടാക്കി വെക്കാതെ നല്ലവനായിക്കൊണ്ട്, നല്ലവളായിക്കൊണ്ട് ഈ ലോകത്ത് മരണപ്പെടാൻ വേണ്ടി ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ സ്വയം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വഭാവത്തെ നല്ലതാക്കി, നമ്മുടെ സംസാരത്തെ നല്ലതാക്കി, നമ്മുടെ ചിന്തകൾ നല്ലതാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ സന്തോഷത്തോടെ ഒരു തരത്തിലുള്ള വിദ്വേഷവും പകയും വാശിയും ഇല്ലാതെ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തുമാക്കുകയും അവരുടെ കബറുകൾ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്ന ആളുകൾ, ശാരീരികമായി കൊണ്ട്, സാമ്പത്തികമായി കൊണ്ട്, മാനസികമായി കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാവർക്കും വേഗത്തിലും എളുപ്പത്തിലുമുള്ള ശിഫാവും ശാന്തിയും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം കരകയറ്റിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ദീനിന്റെ മാർഗത്തിൽ തിരിച്ചു വരാൻ തൗഫീഖ് റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം വെറുതെ മാപ്പാക്കുകയും ഇനിയുള്ള ജീവിതത്തിൽ, ഇനിയുള്ള പകലുകൾ അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള രൂപത്തിലാക്കി തീർക്കുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു വഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.